അയ്യ വണക്കം. നമ്മുടെ നാട്ടിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR ത്വരിതഗതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഒരു പട്ടിക്കുഞ്ഞു പോലും മമതാ ബാനർജിയെ തിരിഞ്ഞു നോക്കുന്നില്ല. മമതാ ബാനർജി തെരുവിലിറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പശ്ചിമ ബംഗാളിലാണ് SIR നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടിയിടിയും വെട്ടും കുത്തൊക്കെ നടക്കാൻ സാധ്യതയുള്ളത് എന്നാണ് കേന്ദ്രം വിചാരിച്ചിരുന്നത്. അതവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് നടക്കാതിരിക്കാൻ അവിടെ കേന്ദ്ര സർക്കാർ പല രീതിയിലുള്ള അടിത്തറയും പാകിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അതായത് ഈ SIR പശ്ചിമ ബംഗാളിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് വലിയൊരു കലാപം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലെ BJP എന്ത് ചെയ്തു, CAA ഹെൽപ്പ് ഡെസ്ക് അടക്കം അവിടെ തുടങ്ങിയിരുന്നു. അതായത് ആ സമയത്ത് അവിടെ അകപ്പെട്ടു പോകുന്ന, അതായത് യുവന്മാർക്കിടയിൽ അകപ്പെട്ടു പോകുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഹിന്ദുക്കൾക്ക്, അതായത് പെർസിക്യൂഷൻ നേരിടുന്ന ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്ക് ഇവിടേക്ക് വന്ന് എന്ത് ചെയ്യാം, CAA ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കാം. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പൗരത്വം നേടാനായിട്ട് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗരത്വം തരും. അതിനാണ് CAA ഹെൽപ്പ് ഡെസ്ക് അടക്കം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ പശ്ചിമ ബംഗാളിൽ ഈ SIR നടപ്പിലാക്കുമ്പോൾ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അഭയം പ്രാപിച്ചു വന്ന ഹിന്ദുക്കളെ കൂടെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ യുവമാരി പിച്ച് ചീന്തികളയും എന്ന് കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് അറിയാം. അതുകൊണ്ടാണ് കേന്ദ്രം അത്തരത്തിലൊരു നീക്കം അവിടെ നടത്തിയത് എന്നുള്ളത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി SIR അവിടെ നടപ്പിലാക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ പശ്ചിമ ബംഗാളിൽ തമ്പടി താമസിക്കുന്ന ബംഗ്ലാദേശി കയ്യിൽ കിട്ടിയതല്ലായിരുന്നു നമ്മുടെ CD മൂസയിലും, സാറേ SI സാറേ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബിന്ദു പണിക്കർ ദൈവമേ TV ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ എടുക്കൂലേ, കത്തിച്ചാവാൻ ബോംബിലാണ് അവിടെ TV ഫ്രിഡ്ജും കൊച്ചിനെ എറി എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ അടക്കം എടുത്തത്. അതായത് കുട്ടിയും ചട്ടിയും വട്ടിയെല്ലാം എടുത്തുകൊണ്ട് നേരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ച് ചാടാനുള്ള പദ്ധതിയാണ് അവിടെയുള്ള ബംഗ്ലാദേശികളെല്ലാം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഹാജരാക്കി, അതായത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി നേരെ റിമാൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല കേസുകളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചൊറിയുടെ പിറകെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു അന്തവും കുന്തവും ഇല്ല, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ വരാം, അത് ഞാൻ വിശദമായിട്ട് വരുന്നുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മുടെ പശ്ചിമ ബംഗാളിൽ ഇങ്ങനെ അതിഭീകരമായിട്ട് ബംഗ്ലാദേശികളെല്ലാം കൂടി തിരിച്ച് ബംഗ്ലാദേശിൽ തന്നെ തിരിച്ചേക്ക് ചാടാനുള്ള, അതായത് വന്ന റൂട്ട് ക്ലിയർ ആയിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്തായിരിക്കുമല്ലോ വന്നത്. ഇപ്പോഴും നുഴഞ്ഞു കയറ്റം നടക്കുന്നുണ്ട്. അങ്ങനെ നുഴഞ്ഞു കയറുന്നവരെയൊക്കെ അടിച്ച് ചന്തിയിൽ ചട്ടുവും എടുപ്പിച്ച് വയ്ക്കുകയാണ് അവിടെ BSF ചെയ്യുന്നത്. പക്ഷേ ഈ നുഴഞ്ഞു കയറ്റക്കാർ വന്നൊരു സമയത്ത് വഴി നല്ല ക്ലിയർ ആയിരുന്നു. അതായത് നല്ല രീതിയിൽ അതിർത്തിയൊക്കെ തുറന്ന് മലത്തി അടിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിർത്തിയൊക്കെ തുറന്ന് മലത്തി അടിച്ചിട്ടിരിക്കുമ്പോൾ നൈസായിട്ട് ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാം. പിന്നെ ഇവന്മാർ വരാൻ ഉദ്ദേശിക്കുന്ന രീതികളെന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള രീതികളാണ്. അതായത് ഇവർക്ക് കന്നുകാലികളുണ്ട് അവിടെ. ഈ കന്നുകാലികളെ ഇവന്മാരെന്ത് ചെയ്യും, മേയാനായിട്ട് വിടും. മേയാനായിട്ട് വിടുമ്പോൾ നൈസായിട്ട് കന്നുകാലികളൊക്കെ അവിടെ നിന്ന് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഇപ്പുറത്തെ അതിർത്തിയിലോട്ട് നൈസായിട്ട് ചാടും. നൈസായിട്ട് ചാടുന്നത് നോക്കിയിരിക്കും. ആ സമയം കെട്ടികളെയും കുട്ടികളെയൊക്കെ വാരി ചട്ടിക്കകത്താക്കിക്കൊണ്ട് ഇവന്മാരെല്ലാം കന്നുകാലികളെ തിരിച്ചു പിടിക്കാനെന്ന് പറഞ്ഞ് ഇപ്പുറത്തോട്ട് കടക്കും. അതിനുശേഷം പിന്നെ തിരിച്ചു പോകാത്തൊരു സാഹചര്യം ഉണ്ടാക്കും. ഈ കന്നുകാലി കള്ളക്കടത്ത് മാത്രമല്ല, ഈ കന്നുകാലികൾ വഴി പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഈ ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയുടെ അതിർത്തിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മോദി സർക്കാർ വരുന്നത്. ഈ മോദി സർക്കാർ വരുമ്പോഴും വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടും നിവർന്ന് കിടക്കുകയാണ്. ഈ നീണ്ടും നിവർന്ന് കിടക്കുന്ന അതിർത്തിയിൽ പലതും അൺനോൺ ടെറൈൻസ് ആണ്. അതായത് കാടുണ്ട്, അതിൻ്റെ ഇടയിൽ പല മലകളുണ്ട്, കുന്നുകളുണ്ട്. അപ്പോൾ എവിടെ എന്നൊക്കെ പറഞ്ഞ് വേലി തിരിച്ച് കെട്ടും എന്നുള്ള രീതിയിൽ സർക്കാർ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവന്മാർ കാട്ടിനകത്തൂടെയൊക്കെ കയറി വരും. കാട്ടിനകത്തൂടെ ഇപ്പുറത്ത് ചാടും, പല അൺനോൺ ടെറൈൻസിലൂടെ ഇപ്പുറത്തോട്ട് ചാടും. ചാടാൻ നിൽക്കുന്നവ ഏത് വഴിയായിരുന്നാലും ചാടും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലിബിയ വഴി യൂറോപ്പിലേക്ക് കടക്കാൻ പോകുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ. അതായത് യൂറോപ്പിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യുന്നത് നേരെ ദുബായിലോട്ട് പോകും. കുട്ടയും ചട്ടിയും വട്ടിയൊക്കെ ആയിട്ട് ദുബായിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ ലിബിയയിലോട്ട് വരും. ലിബിയയിൽ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻ്റായി ബോട്ടിൽ ഇവന്മാരെന്ത് ചെയ്യും, യൂറോപ്പിലോട്ട് കിടക്കും. കാരണം ലിബിയയിൽ നിന്ന് ബോട്ടിൽ യൂറോപ്പിലേക്ക് പോകാൻ എളുപ്പമാണ്. ബോട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടതയൊക്കെ സഹിച്ച് വേണം അങ്ങോട്ടേക്ക് പോകാൻ. കാറ്റ് വരും, മഴ വരും, കാറും കോളും വരും. അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. അതായത് ലിബിയൻ തീരത്ത് ബോട്ട് മുങ്ങി 36 എണ്ണം ചത്തു എന്നൊക്കെ കേൾക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ബംഗ്ലാദേശികൾ ഇങ്ങോട്ടേക്ക് ഏത് ടെറൈൻ ആയിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ കാടും മഴയും മലയും പുഴയും എല്ലാം താടി ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് അവിടെയൊക്കെ വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ ടാസ്ക് പിടിച്ചിട്ട് പണിയാണ്. പക്ഷേ നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ട്, അത് നടത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കാടും മലയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ കാടും മലയൊന്നുമില്ല, ഒരു വേലി മാത്രം ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അവിടെ കുറേ BSF ജവാന്മാർ കാവലിൽ നിൽക്കുന്നു. അപ്പോൾ തിരിച്ചു പോകാൻ പോയ യുവമാരെല്ലാം BSF ജവാന്മാർ പിടിച്ച് ചന്തി നോക്കി 4 പെടയും കൊടുത്ത് നേരെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി.
എന്നിട്ട് അവന്മാരെ റിമാൻഡിലോട്ട് വിട്ടു. അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ ബംഗ്ലാദേശികൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു വലിയ സംശയമാണ്. അതായത് ഏകദേശം ഒരു 2 കോടിയോളം ബംഗ്ലാദേശികളെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്, പല സമയങ്ങളിൽ നിന്നായി വന്ന ആൾക്കാർ. അപ്പോൾ യുവമാർ ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരായിട്ട് വ്യാജ ആധാർ കാർഡൊക്കെ ഉണ്ടാക്കി നൈസായിട്ട് ജീവിക്കാൻ തുടങ്ങി, എസ്പെഷ്യലി ബംഗാളിൽ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ യുവമാരെ എങ്ങനെ പിടിച്ച് പുറത്താക്കിയാൽ തന്നെ യുവമാർ പോണ്ടേ? യുവമാരെ കൊണ്ട് കടലിൽ കെട്ടി താക്കാൻ പറ്റുമോ? ആൻഡമാൻ നിക്കോബാറിലേക്ക് യുവമാരെ കൊണ്ടുപോയിട്ട് അവിടെ നൈസായിട്ട് നരേന്ദ്രമോദി യുവമാരെ കടലിൽ മുക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു. ഇത് കണ്ട ഒരു മനുഷ്യസ്നേഹി വെറും മനുഷ്യത്വത്തിൻ്റെ പേരിൽ നേരെ സുപ്രീം കോടതിയിലോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി, സഹായിക്കണം, ബംഗ്ലാദേശികളെ കൊന്നൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പം സുപ്രീം കോടതി പറഞ്ഞു വാടാ എന്ന് പറഞ്ഞു. നീ കണ്ടാ കെട്ടിത്താക്കുന്നത്? ഞാൻ കണ്ടില്ല. പിന്നെ ഇത് ആര് പറഞ്ഞു? ഇത് ഒരു കാക്ക പറയണം, ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. 1,25,000 പിഴ എന്ന് പറഞ്ഞാൽ അവൻ 25,000 പിഴയെ അവൻ്റെ അണ്ണാക്കി കുത്തിക്കറ്റി അവനെ പറഞ്ഞയക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊരു വ്യാജ വാർത്തയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അപ്പോൾ യുവമാരെ എവിടെ കൊണ്ട് കളയും? യവന്മാരെ കൊണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ. ഈ റോഹിംഗ്യൻ മുസ്ലിംസിനെയൊക്കെ അവിടെ നിന്ന് അടിച്ചിറക്കിയപ്പോൾ യവന്മാർ ഈ കപ്പലിൽ കയറി ഈ നാട് മൊത്തം, അതായത് അതിർത്തിയിൽ ചെല്ലും ഒന്ന് മുട്ടും, അണ്ണാ ഇവിടെ കയറിക്കോട്ടാണ്, അയ്യോ നമുക്ക് ജീവന് കൊതിയുണ്ട് അപ്പി എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് തിരിച്ചയക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പലയിടത്തും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോഴാണ് പല രാജ്യങ്ങളും ഇവന്മാർക്കെതിരെ വെടിവെക്കുന്നത്. സൗദി അറേബ്യയിലൊക്കെ നുഴഞ്ഞു കയറാനായിട്ട് ചെന്ന് അവന്മാർ അണ്ണാക്കി അമിട്ടിട്ട് പൊട്ടിച്ച്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇവന്മാരെ വിടാൻ പറ്റില്ല. കാരണം ഇതും ചില്ലറ കളിയല്ല, 2 കോടിയിലധികം ആൾക്കാരുണ്ടെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്. അപ്പോൾ ഇവന്മാർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരുന്നത്. പിന്നെ നരേന്ദ്രമോദിയുടെ കേസ് അറിയാലോ, അങ്ങേര് ഈ കൈക്കരുത്ത് കൊണ്ട് ആളെ നേരിടുന്ന ഏറ്റവും അവസാനമാണ്. ആദ്യം അങ്ങേര് ബുദ്ധി ഉപയോഗിക്കും, നയതന്ത്രം ഉപയോഗിക്കും. അപ്പോൾ അങ്ങേര് എന്ത് ചെയ്തു? നമുക്കൊരു കാര്യം ചെയ്യാടെ, യവന്മാരെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പിടിച്ചങ്ങ് പുറത്തിടാം. യവന്മാരെല്ലാം അഴുക്ക പുല്ലുകൾ, യവന്മാരെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പിടിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ യവന്മാർക്ക് എന്ത് സംഭവിക്കും? പിന്നെ വോട്ടില്ലല്ലോ. വോട്ടില്ലാത്ത യവന്മാർ ആര് തിരിഞ്ഞു നോക്കും? ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ 5 പേരുണ്ട്, അല്ലെങ്കിൽ 10 പേരുണ്ട്, അല്ലെങ്കിൽ 15 പേരുണ്ട്. ഒരു വലിയ കൂട്ടുകുടുംബമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൗൺസിൽ ഇലക്ഷൻ വരുമ്പോൾ അവിടുത്തെ കൗൺസിലറായിട്ട് നിൽക്കുന്ന BJP ആയിരുന്നാലും CPM ആയിരുന്നാലും SDP ആയിരുന്നാലും ഏത് കൗൺസിലർ ആയിരുന്നാലും സ്ഥാനാർത്ഥി ആയിരുന്നാലും ആദ്യം എൻ്റെ വീട്ടിൽ വരും. കാരണം അംഗസംഖ്യ കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ യവന്മാർക്ക് വോട്ടില്ലാതായ മമതാ ബാനർജി യവന്മാരെ തിരിഞ്ഞു നോക്കൂ. യവന്മാരെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ യവന്മാരെ സുഖിപ്പിച്ച് നിൽക്കുന്നത്, അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിച്ച് യവന്മാരെ നിൽക്കുന്നത്. അപ്പോൾ മമതാ ബാനർജി പോലും യവന്മാരെ തിരിഞ്ഞു നോക്കില്ല. ആദ്യം യവന്മാരെ പിടിച്ച് വോട്ടർ പട്ടികയെന്ന് നമുക്കൊരു കാര്യം പിടിച്ച് അങ്ങോട്ട് വെളിയിടാം. ആദ്യം അതിനുവേണ്ടി നമുക്ക് SIR തുടങ്ങാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. പക്ഷേ ആ സമയത്ത് കൊറോണയൊക്കെ ആയിപ്പോയി. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിനും തൂത്ത് ഇറക്കി ചാക്കി കെട്ടി അപ്പുറത്തോട്ട് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ SIR കൊണ്ടുവന്ന സാഹചര്യത്തിൽ യവന്മാരെല്ലാം വോട്ടർ ലിസ്റ്റിൽ നിന്ന് പതുക്കെ പിടിച്ച് പുറത്തിട്ടപ്പോൾ എന്ന് സംബന്ധിച്ചവന്മാർക്ക് വോട്ടില്ല. പിന്നെ യവന്മാർ 2ാം കിട പൗരന്മാരായി. നമ്മുടെ നുഴഞ്ഞു കയറി വന്നവന്മാരാണ്. ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട, ഒരു മനുഷ്യത്വം പ്രതീക്ഷിക്കേണ്ട. പ്രകാശ് രാജ് ഇടയ്ക്ക് പറയുന്നത് കേട്ട്, ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ, ഭൂമിയിൽ എല്ലാവരും മനുഷ്യന്മാരല്ലേ. അവൻ്റെ വീടിരിക്കണല്ലേ പ്രകാശ് രാജ്, അവൻ്റെ വീടിരിക്കണ മതിൽ കെട്ടിയിരിക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തിരിക്കുന്ന നെയ്ബർ അല്ലെങ്കിൽ അയൽവാസി ഒന്ന് കയ്യേറി നോക്കട്ടെ, ഇവൻ്റെ തനി ഗുണം കാണാൻ പറ്റും. ഇവൻ മുണ്ടൂരി തലയെ കെട്ടും, അത്രയും പോലും ഇവൻ കൊടുക്കൂല. എന്നിട്ടാണ് ഇവൻ പറയുന്നത് ഭൂമി എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന്. ഇത് തന്നെയാണ് എല്ലാവരുടെയും, എൻ്റെ അടക്കം സ്വഭാവം ഇത് തന്നെയാണ്. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നമ്മുടെ മണ്ണും നമ്മുടെ ഭൂമി എല്ലാം എന്താണ്, നമുക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളതിനെ ട്രീറ്റ് ചെയ്യണം. അതാണ് ജഗതി പണ്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിരിക്കേണ്ട സമയത്ത് നമ്മൾ കയറിയില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും എന്ന് ജഗതി പണ്ട് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ യവന്മാരെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പിടിച്ച് പുറത്തിട്ടിട്ട് മഹാരാഷ്ട്രയിൽ നടക്കം 18 ലക്ഷം റേഷൻ കാർഡുകളാണ് യവന്മാർ അനധികൃതമായി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം തൂത്തുറക്കി എടുത്തു. റേഷൻ അരിയും കിട്ടാതെ, റേഷൻ അരി വാങ്ങിച്ച യവന്മാർ എന്തോന്നാണ് ചെയ്യുന്നത്? റേഷൻ അരി വാങ്ങിച്ച യവന്മാർ കരിഞ്ചന്തയും കൊണ്ട് മറിച്ച് വിൽക്കുകയാണ്. നമ്മുടെ ശിവൻകുട്ടി എണ്ണയും യവന്മാർക്ക് റേഷൻ അരിയും കൊണ്ട് നേരെ അങ്ങ് പോയിരുന്നു കൊറോണ സമയത്ത്. അവിടെ പോയ സമയത്ത് യവന്മാർ എന്ത് ചെയ്ത്, ആ റേഷൻ അരി എടുത്ത് പോലീസിൻ്റെ അണ്ണാക്കിൽ വായ്ക്കരി ഇടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു ജീപ്പും കത്തിച്ച് അതിൻ്റെ മുകളിൽ കയറി താണ്ഡവം നടത്തി പോയി പാലിമുട്ടയും കൊണ്ട് പറയും എന്നാണ് യവന്മാർ അവിടെ കിടന്ന് പറഞ്ഞത്. അപ്പോൾ യവന്മാർ അതിൽ നിന്ന് പിടിച്ച് പുറത്തിട്ട് റേഷനും കൊടുക്കില്ല, ഇനി നിനക്കൊന്നും മരുന്നുമില്ല മന്ത്രമില്ല ഒരു അതുമില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വഴിയില്ല, വന്ന വഴിയേ തിരിച്ചു പോവുക, സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുക, അത് മാത്രമേ ഉള്ളൂ. എപ്പടിയുണ്ട്. അതായത് ഇത്രയും ചെയ്താൽ മാത്രം മതി. നമ്മൾ യവന്മാരെ ഒരു സ്ഥലത്തും കൊണ്ട് കളയണ്ട, യവന്മാരെ കപ്പലിലും കെട്ടണ്ട, ചാക്കിലും കെട്ടണ്ട, യവന്മാർ വന്ന വഴി തിരിച്ചു പൊക്കോളും. പക്ഷേ ഇനി അത് നടപ്പില്ല, വന്ന വഴി തിരിച്ചു പോകാൻ വരട്ടെ. അതിനു മുമ്പ് ഇവിടെ ഒരു ചെറിയ വിചാരണ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സർക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ പർഗാസസ് ജില്ലയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിച്ച 48 ബംഗ്ലാദേശി
നുഴഞ്ഞുകയറ്റക്കാരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുക. അത് തിരിച്ചങ്ങോട്ടേക്ക് കടക്കാൻ ശ്രമിച്ച 48 നുഴഞ്ഞുകയറ്റക്കാരെയാണ് ഇപ്പോൾ അവിടെ BSF അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തു വരുന്നു. ബസീർഹട്ട് അതിർത്തിയിൽ നിന്നാണ് ഇവന്മാരെല്ലാം BSF തൂത്തുപിറക്കി ചാക്കി കെട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പോരാത്തതിന് കൊൽക്കത്ത നോർത്ത് 24 ബഗാസസ് സമീപ പ്രദേശങ്ങളിൽ ഈ അറസ്റ്റ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റു ചാടാനായിട്ട് ഇങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല സൺഡേ 33 പേരെ പിടികൂടി. അതിന് മുമ്പുള്ള ശനിയാഴ്ച സാറ്റർഡേ അന്ന് പിടികൂടിയത് 15 പേരെയാണ്. 48 പേരെ കോടതിയിൽ ഈ രണ്ടും കൂടെ ചേർത്ത 48. ഈ 48 പേരെയും കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും ചാടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം ഇവന്മാരും. അങ്ങനെ ചാടാനായിട്ട് ശ്രമിച്ച 90 പേരെ കഴിഞ്ഞ 3 ദിവസത്തിനകത്ത് പിടിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനകത്ത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. കാരണം അവിടെ ജീവിക്കാൻ നിവർത്തിയില്ല. അവിടെ ഒരു വേട്ടാവളിയെ മുഹമ്മദ് യൂനിസ് ആണ് കയറിയിരിക്കുന്നത്. അവൻ്റെ ആണെങ്കിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല, ഭരിക്കുന്നതാണെങ്കിൽ മൊത്തം ബ്ലണ്ടറും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മൊത്തത്തിൽ ചാടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി കേരളത്തിലാണ് ഇത് വരാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നമ്മളിവിടെ എത്ര ബംഗ്ലാദേശികളുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അപ്പോൾ അങ്ങനെ അറിയാൻ സാധിക്കും എന്നിങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ UIDAI ഒരു വിവരാവകാശ വകുപ്പിലെ ഒരു വിവരാവകാശ രേഖ പുറത്തുവിടുന്നത്. അവർ പറയുന്നത് ഡോൺ വറി, ബി ഹാപ്പി, 49 ബംഗ്ലാദേശികളെ ഏകദേശം ഇവിടെ കാണുമെന്നാണ് അവർ പറയുന്നത്. ആ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇതൊരു വലിയ വാർത്തയാണ്. അതായത് നമ്മുടെ നാഷണൽ മീഡിയാസിലും ഇത് വലിയ വാർത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ വാർത്ത കേരളത്തിൽ ഒരു വലിയ വാർത്തയല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ ഇത് നൈസായിട്ട് നിങ്ങൾ ആ സുഡാപ്പി ചാനൽ ശ്രദ്ധിച്ചാൽ അവന്മാർ വലിയ വാർത്തയാക്കുന്നുണ്ട്. വാർത്തയാക്കുന്നത് ഇവിടെ നിന്ന് 49 ലക്ഷം ബംഗ്ലാദേശികളെ കണ്ടുപിടിച്ചു എന്നുള്ളതല്ല വാർത്തയാക്കുന്നത്. അവന്മാർ വോട്ടർ പട്ടിക, അതായത് SIR നിന്ന് നിങ്ങൾ പുറത്താകാതിരിക്കുക. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ കൃത്യമായിട്ട് നോക്കണം, ഇവിടെ കൃത്യമായിട്ട് നോക്കണം, ഈ കൃത്യമായിട്ട് പൂരിപ്പിക്കണം. അവർ തിരിച്ചും മറിച്ചും ചോദിക്കും നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ എന്ന്. അപ്പോൾ കൃത്യമായിട്ട് പറയണം, ആ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കണം. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കണം, ആരും പുറത്തോട്ട് പോകാതിരിക്കാനായിട്ട് പേടിയുണ്ടാണ്. അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആധാർ രജിസ്ട്രേഷൻ എണ്ണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. കേരളത്തിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 3,60,63,300 പേരാണ് കേരളത്തിൽ ടോട്ടൽ ഉള്ളത്, അല്ലെങ്കിൽ ആധാർ കാർഡുകൾ അടിച്ചിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആധാർ കാർഡ് എന്ന് പറയുന്നത് ഏകദേശം 4,09,68,282 ആധാർ കാർഡുകളാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകപ്പാടെ 3 കോടി ജനങ്ങളെ ഇവിടെ ഉള്ളൂ. 4 കോടി ആധാർ കാർഡ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 49 ലക്ഷം ആൾക്കാരാണ് ഇവിടെ കൂടുതലായി ഇരിക്കുന്നത്. 49 ലക്ഷം ആൾക്കാർക്ക് കൂടുതൽ ആധാർ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇതിലൊരു സാധ്യതയുള്ളത്, അല്ലെങ്കിൽ UIDAI പറയുന്നത് ഇതിലൊരു സാധ്യതയുള്ളത്, മരണപ്പെട്ടവരുടെ ആധാർ കാർഡ് അവർ ഡെത്ത് റിപ്പോർട്ട് ചെയ്യാതെ എന്ത് ചെയ്തതായിരിക്കാം, ഡിസ്പോസ് ചെയ്യാതെ ഇട്ടിരുന്നതായിരിക്കാം. അതൊരു സാധ്യതയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ അതിൽ ഒരു പരിശോധന നടത്തണം എന്നിപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. മരിച്ച വ്യക്തികളുടെ ആധാർ റദ്ദാക്കാത്തത് മരണപ്പെട്ടവരുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുള്ള ഈ ഘട്ടത്തിൽ അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ ആധാർ റദ്ദ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യം മൊത്തം 1.42 കോടി അധിക ആധാർ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അധിക ആധാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളം, അതായത് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ നിന്നാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് സ്പെഷ്യലായിട്ട് വരുന്നത്. വി ഡിഡ് ഇറ്റ്, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർണാടക, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന, അങ്ങനെ പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള ആധാർ കാർഡുകൾ കണ്ടിട്ടുണ്ടെങ്കിലും 49 ലക്ഷം ആധാർ കാർഡുകളൊന്നും അവിടെ ഇല്ല. അത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളമാണ്. അതിലും കേരളമാണ് നമ്പർ 1 എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. CRS വഴി 24 സംസ്ഥാനങ്ങളിൽ നിന്നും UTകളിൽ നിന്നും 1.55 കോടി മരണരേഖയിൽ 1.17 കോടി രേഖകൾ നിർവീര്യമാക്കി. അതായത് 1.55 കോടി 55 കോടി മരണരേഖ ഡെത്ത് റിപ്പോർട്ടുണ്ട്. ഇതിൽ 1.17 കോടി മരിച്ച ആൾക്കാരുടെ ആധാർ ഇതിനോടകം തന്നെ റദ്ദാക്കി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് 2025 ജൂൺ 9 മൈ ആധാർ എന്ന് പറഞ്ഞ പോർട്ടലിൽ ഡെത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള സേവനവും ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഡെത്ത് ഈ സൈറ്റിൽ കയറി, മൈ ആധാർ എന്ന് പറയുന്ന സൈറ്റിൽ കയറി, ആ പോർട്ടലിൽ കയറി എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അയാളുടെ ആധാർ സ്വാഭാവികമായിട്ടും ക്യാൻസൽ ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ SIRൻ്റെ ഈ പ്രവർത്തികളെല്ലാം തന്നെ പുരോഗമിക്കുമ്പോൾ മമതാ ബാനർജി തെരുവിലിറങ്ങി വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ വെസ്റ്റ് ബംഗാളിൽ നടത്തുന്നുണ്ട്. വലിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ യമണ്ടം പ്രതിഷേധം. പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മമതാ ബാനർജി പഠിച്ച മണി 18 നോക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് അവിടെ കിടന്ന് യുവമാരെല്ലാം വീണ്ടും പിടിച്ച് അകത്തോട്ട് കയറ്റാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ ഇലക്ഷൻ കൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ സർക്കാർ ഓരോ ഘട്ടമായിട്ട് ഇതിൽ മുന്നോട്ട് പോകുന്നത്. ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഇല്ലീഗൽ ഇമിഗ്രൻസ് നമ്മുടെ രാജ്യത്ത് വേണ്ട.
നമുക്കേ ഇവിടെ തിന്നാൻ ചോറില്ല. ഇവിടെ യവന്മാരൊക്കെ വിളിച്ച് പറയുന്നത് നമുക്കേ ഇവിടെ തിന്നാൻ ചോറില്ല, നമുക്ക് കക്കൂസില്ല, നമുക്ക് വെള്ളമില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് കയറി വരണവന് തിന്നാൻ ചോറും കക്കൂസും കൊടുക്കാനായിട്ട് നമ്മൾ കിടന്ന് പരിശ്രമിക്കേണ്ടി വരുന്നത്. ഇത് എത്രത്തോളം വിരോധാഭാസകരമാണ് എന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. പിന്നെ യവന്മാരെ അപ്പുറത്തോട്ട് പറഞ്ഞു വിടണ്ട എന്ന് ആഗ്രഹിക്കുന്ന അവന്മാർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. യവന്മാർ ഇവിടെ വരണം, പെറ്റുപെരുകണം, ജനസംഖ്യ കൂടണം, മതത്തിൽ നമ്മൾ നമ്പർ 1 ആവണം, ശേഷം ഇന്ത്യ പിടിക്കണം. ഇത് മാത്രമല്ല, പച്ചയ്ക്ക് അങ്ങോട്ട് പറയണം. ഇതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ശരി.